ഹായ് ഫ്രണ്ട്സ്, വളരെയധികം മെലിഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തടി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടാനുള്ള ഒരു ഡയറ്റും അതുപോലെ തന്നെ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്തേ കണ്ടോളൂ, കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും കേട്ടോ. അപ്പോൾ വെയിറ്റ് കൂടണമെന്ന് ഞാൻ കാര്യമായിട്ട് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഞാൻ എടുത്ത ഒരു നല്ലൊരു ഡിസിഷനാണ് ജിം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ചില സമയത്ത് വീട്ടിൽ തന്നെ തടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്ലാന് കാര്യങ്ങൾ നമ്മളതായിട്ട് തയ്യാറാക്കും. പിന്നെ അതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കപ്പുറം അതൊന്നും പോവാറില്ല കേട്ടോ. ഇത് ഞാൻ മാത്രമുള്ള ഒരാളുടെ പ്രശ്നമല്ല, ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതൊന്നും ഒരാഴ്ചക്കപ്പുറം നീണ്ടു പോവത്തില്ല എന്നുള്ളത്. മാത്രമല്ല, നമ്മൾ തനിയെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോരോ ഫുഡ് ഐറ്റംസ് തടി വെക്കാനായിട്ട് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വയറൊക്കെ ഫില്ലായി ഇനി ഒന്നും നമുക്ക് കഴിക്കാൻ വയറ്റിൽ സ്ഥലമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ടല്ലേ. പക്ഷെ നമ്മളിപ്പോൾ ഒരു ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് വിശപ്പ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതിനൊത്ത് ഫുഡ് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അത് ദഹിക്കുകയും ചെയ്യും കേട്ടോ. നമ്മളിപ്പം വെറുതെ ഇരിക്കുമ്പം ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല, നമ്മൾ കുറേ കഴിക്കുകയാണെങ്കിൽ നമുക്കത് ദഹിപ്പിക്കാനുള്ള ഒരു ഇതുണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ഫുഡൊക്കെ ദഹിച്ച് നമുക്ക് പെട്ടെന്ന് വിശക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡ് കഴിച്ചു പോകും കേട്ടോ. പിന്നെ ജിമ്മിൽ പോയപ്പോൾ എനിക്കുണ്ടായ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വിശപ്പ് തന്നെയാണ്. അപ്പോൾ അതിനൊത്ത് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മാറ്റം കാണാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പം ഒരു 2 ആഴ്ചക്ക് മേലെയായി ജിമ്മിൽ പോകാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഞാൻ ജോയിൻ ചെയ്ത അന്ന് ഞാൻ വെയിറ്റ് നോക്കുന്ന സമയത്ത് എനിക്ക് വെറും 36 കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോക്കുമ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ വെയിറ്റ് നോക്കുമ്പം അതൊരു 37 കിലോയിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മാറ്റം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കഴിക്കുന്ന ഫുഡാണ്, അതിനൊപ്പം വർക്കൗട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതാ രാവിലെ 5:30 മണിക്കാണ് നമ്മൾ ജിമ്മിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാനിതാ ഒരു നേന്ത്രപ്പഴവും അതുപോലെ തന്നെ 3 റൊട്ടിയുമാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തടി വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലപോലെ ഫുഡ് കഴിക്കട്ടെ. കാരണം നല്ല രീതിക്കുള്ള ഒരു വർക്കൗട്ട് കാര്യങ്ങളാണല്ലോ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത്രയും ഫുഡ് നമ്മൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും തടി മെലിയാൻ വേണ്ടിയിട്ട് മാത്രമേ അത് ഹെൽപ്പ് ചെയ്യൂ. അപ്പോൾ ഒരു നേന്ത്രപ്പഴവും 3 ബ്രെഡും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഴിച്ചൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ വണ്ടി എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 5:30 മണി, 5:25 ആ ഒരു സമയത്താണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇറങ്ങാൻ നേരത്ത് ഞാൻ 2 ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ചിട്ടാണ് പുറപ്പെടുന്നത്. അതൊക്കെ പെട്ടെന്ന് ദഹിച്ചോളൂ കേട്ടോ. ആ നേന്ത്രപ്പഴം അതൊക്കെ പെട്ടെന്ന് തന്നെ ദഹിച്ചോളും. കാരണം ജിമ്മിൽ പോയിട്ട് നമ്മൾ എന്തായാലും വർക്കൗട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ അങ്ങനെ ജിമ്മിലേക്ക് എത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, പക്ഷേങ്കിൽ ഇന്ന് അങ്ങനെ എല്ലാവരും എത്തി തുടങ്ങിയില്ല. ഫസ്റ്റ് തന്നെ നമ്മളാണ് മിക്കപ്പോഴും എത്താറുള്ളത്. കാരണം നമുക്ക് തിരിച്ചു എത്തിയിട്ട് വേണം കുട്ടികളെ സ്കൂളിൽ കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 5:30ക്കാണ് ഇത് ഇവിടെ തുടങ്ങുന്നത്. ബക്കളത്തെ ജിമ്മിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വാമപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ വാമപ്പിലായാൽ തന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം അത്രയും ലെങ്ത് ആയിരിക്കുമല്ലോ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് ബോറടിക്കും. ഇനി ഈ വാമപ്പ് കാര്യങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ വേണമെന്നുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കേട്ടോ. ബക്കളത്തുള്ള ജിമ്മിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ജിമ്മിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ 1-2 ആൾക്കാരോട് അന്വേഷിച്ചപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണൽ ട്രെയിനേഴ്സിനെ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ നിന്ന് ഓരോ വർക്കൗട്ടും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ, അല്ലാന്നുണ്ടെങ്കിൽ അവരങ്ങനെ അത് കാര്യമാക്കി നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ജിമ്മിൽ വന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ഫീലിങ്സ് അല്ല. ഇവർ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ കൂടെ തന്നെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ചിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ. അങ്ങനെ ഒന്നുമല്ല കേട്ടോ. വളരെ കൂളായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മളെ വാമപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം നമുക്ക് 6 വർക്കൗട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിനേഴ്സ് ആയാലും അതുപോലെ തന്നെ ഇവിടെ ഈ ജിമ്മിൻ്റെ ഓണർ ആയാലും നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപഴകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. ഞാനൊക്കെ എന്ന് വെച്ചാൽ ജിം ഒക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ലാതെ വന്ന ഒരാളാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ. പക്ഷേ ഇവർ നല്ല കൂളാക്കി നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഇതാണ്. പിന്നെ നമ്മളിതാ ഡംബൽസ് എടുത്തിട്ട്
ഇതുപോലെയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ഒരു ദിവസത്തിൽ 6 വർക്കൗട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. വാമപ്പ് കൂടാതെയാണ് കേട്ടോ. വാമപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിയൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ടാണ് അത് ഫസ്റ്റിൽ തന്നെ അത് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സിമ്പിളാണെന്ന്. പക്ഷെ അത്ര സിമ്പിളല്ല, അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ അതിന്. പക്ഷെ നമുക്കൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അതിന് ഉള്ള ഹാർഡ് വർക്ക് നമ്മൾ ചെയ്തല്ലേ പറ്റൂ. ഒന്നും ചെയ്യാതെ നമ്മൾ തടിക്കുന്നില്ല അല്ലെങ്കിൽ മെലിയുന്നില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയതും. അപ്പോൾ ഇതിൻ്റെയൊക്കെ 3 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത് റിപ്പീറ്റേഷനായിട്ട് കേട്ടോ. അതായത് ഒരു തവണ നമ്മൾ ചെയ്യുമ്പം ഒരു 15 തവണ അല്ലെങ്കിൽ ഒരു 10 തവണ ആ ഒരു കണക്കിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വർക്കൗട്ടും അതിൻ്റെ 3 സ്റ്റെപ്പ് ചെയ്യണം. അപ്പോൾ അത് കുറച്ച് എന്താ പറയുക, ഫസ്റ്റ് പോകുന്നവർക്കൊക്കെ കൈയും കാലമൊക്കെ നല്ല വേദന ഉണ്ടാവും കേട്ടോ. ഒരു 2-3 ദിവസത്തെ നമുക്ക് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ അതിനോടങ്ങ് സെറ്റാവും, ബോഡി അതിനോടങ്ങ് സെറ്റായിക്കോളും കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാത്തൊരു ദിവസം ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്തോ പോലെ ആയിരിക്കും. അങ്ങനെ എൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് വെള്ളമാണ് ഞാൻ എടുത്ത് കുടിക്കുക, 1 കപ്പ് വെള്ളം. അത്രയും എന്താ പറയുക, നമ്മൾ തിരിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് വിശപ്പും ദാഹവും ഫീൽ ചെയ്യും. വെള്ളം കൊണ്ടുപോകണം, പക്ഷെ നമ്മൾ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്നത്തെ ഡേ. ഞാൻ അങ്ങനെ എൻ്റെ 4 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായി. ആ സമയത്ത് ഞാൻ 4 ദോശയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 മുട്ടയും കൂടെ കഴിക്കുന്നുണ്ട്. നോർമലി ഉള്ള ഒരു ഡേയിൽ എനിക്ക് 2 ദോശയിലാണ്, അതിൻ്റെ അപ്പുറം കഴിക്കാൻ വേണ്ടി പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പം എന്ന് വെച്ചാൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആനയെ തിന്നാനുള്ള ഒരു വിശപ്പ് നമ്മൾ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. ഈ ഡയറ്റ് പ്ലാന് കാര്യങ്ങളൊക്കെ നമുക്കത് ജോയിൻ ചെയ്ത ദിവസം തന്നെ അവർ സെൻഡ് ചെയ്ത് തരും കേട്ടോ വാട്സപ്പിൽ. അപ്പോൾ ഒരു 10:30 ആ സമയത്ത് ഞാൻ അടുത്തത് പ്രോട്ടീൻ ഷേക്ക് കുടിക്കും. അപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വിശപ്പ് വരും കേട്ടോ. അത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പം രാവിലെയും വൈകുന്നേരമാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ 2 നേരത്തേക്കുള്ളത് ഞാൻ ഒപ്പര അടിച്ച് വെക്കും കേട്ടോ. എന്നിട്ടത് ഫ്രിഡ്ജിൽ വെക്കുകയോ ഒരു നേരത്തത് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 റോവസ്റ്റ പഴം, പിന്നെ പാല് നമ്മൾ എന്താ പറയുക, അതിനൊരളവുണ്ട്. പക്ഷേ എനിക്ക് പാൽ അധികം അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് 4 ബിസ്ക്കറ്റ് 4 ഉണ്ട് കേട്ടോ. അത് 4 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാമും കൂടെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ പീനട്ട് ബട്ടറാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്, ജ്യൂസിലത് തന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ 2 നേരത്തേക്കുള്ളത് അടിച്ചു വെച്ചു. ആദ്യത്തെ രാവിലത്തേത് ഞാനിതാ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിതിൽ ഈത്തപ്പഴം ഇടുന്നതുകൊണ്ട് തന്നെ മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കുപ്പിയിലെ വെള്ളം തീരുന്നതിനനുസരിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ വർക്കൗട്ടിന് മുന്നേ ഒക്കെ എനിക്ക് ഭയങ്കര മടിയാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇതിപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ദാഹം വരും. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് വെള്ളം കുടിക്കും. പിന്നെ 4 ലിറ്റർ വെള്ളം നമ്മൾ ഒരു ദിവസം കുടിച്ചിരിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കക്കിരിക്ക അരിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് സലാഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തൈര് ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ചോറൊക്കെ തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കപ്പക്ക അരിഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാനിൽ ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ജ്യൂസ് അങ്ങനെ കഴിക്കാൻ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിതുപോലെ ഫ്രൂട്ട്സാണ് കഴിക്കുക കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഒരു ഈവനിങ് ഒക്കെ ആവുന്ന സമയത്ത് കുറച്ച് പിസ്ത അങ്ങോട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 മണി 4:30 ആ ഒരു സമയത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ്, ഇതെനിക്ക് മാത്രമുള്ളൂ, അത് അൻഷു ബേബിക്കും ഉള്ളതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 6:30 ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും രാവിലെ കുടിച്ച സെയിം പ്രോട്ടീൻ ഷേക്ക് വീണ്ടും കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈവനിങ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തടി വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ മെലിയണം എന്ന് ആഗ്രഹിക്കുന്നവരായാലും ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുക. അതിനൊത്ത് പ്ലാന് നമുക്ക് മെലിയേണ്ടവർക്ക് അതിനൊത്തുള്ള പ്ലാനായിരിക്കും. അതുപോലെ തന്നെ തടിക്കണമെന്നുള്ളവർക്ക് അതിനൊത്തുള്ള ഡയറ്റ് പ്ലാനായിരിക്കും തരുന്നത്. നമ്മൾ വെറുതെ ഇരുന്നിട്ട് കുറേ ഫുഡ് ഐറ്റംസ് തടിക്കണം എന്ന് എഴുതി വാരി കഴിക്കുമ്പോഴത്തേക്കും ചില സമയങ്ങളിൽ നമുക്കത് അൺഹെൽത്തി ആയിട്ട് പോവാറുണ്ട്. പക്ഷേ ഇതുപോലെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്ലാൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ഗെയിനിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് 100% ഷുവറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും ഒരു ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ ബക്കളം ഭാഗത്തൊക്കെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം നല്ലൊരു സർവീസാണ് കേട്ടോ. അതായത് ബോഡി ഫസ്റ്റ് ഫിറ്റ്നസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജിമ്മിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.